പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തിൽ നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹം ഇന്ന് ഗുരുവായൂരിൽ വെച്ച് നടന്നിരിക്കുകയാണ്. ഈ വാർത്തകളും അതിൻ്റെ ദൃശ്യങ്ങളുമെല്ലാം ഇതിനോടകം തന്നെ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഇന്ന് ഗുരുവായൂരിൽ നിന്നുള്ള ആ ദൃശ്യങ്ങൾ എല്ലാ ടെലിവിഷൻ ചാനലുകളിലും ഇങ്ങനെ മാറി മാറി സംപ്രേഷണം ചെയ്യുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ താരരാജാക്കന്മാർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആളുകളെല്ലാവരും തന്നെ ഒരു വലിയ താരനിര തന്നെ. അത് വളരെ സ്വാഭാവികമാണ്. സുരേഷ് ഗോപി കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു നടനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള നടന്മാർ മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, ബിജു മേനോൻ, അങ്ങനെ നടിമാരായിട്ടുള്ള നിരവധി പേർ ഇന്ന് ഈ വിവാഹത്തിന് വേണ്ടി ഗുരുവായൂരിലെത്തിയിരുന്നു. പ്രധാനമന്ത്രി അദ്ദേഹത്തെ കാണുന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പ്രേക്ഷകർ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇന്ന് തന്നെ അവിടെ വിവാഹം നടന്ന മറ്റ് ചില ആളുകൾക്ക്, മറ്റ് ചില വധൂവരന്മാർക്ക് പ്രധാനമന്ത്രി എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഉപകാരമൊക്കെ സമർപ്പിക്കുന്നതാണ്. എന്തായാലും അതെ ഇങ്ങനെ എല്ലാം കൊണ്ടും ഇങ്ങനെ ഇന്ന് ഗുരുവായൂരിൽ മൊത്തം പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഈ വിവാഹത്തിൻ്റെ ചടങ്ങുകളും അതുപോലെ തന്നെ മലയാളത്തിലെ എല്ലാ പ്രമുഖരായ നടന്മാരുമൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഇന്ന് നമുക്ക് ഗുരുവായൂരിൽ നിന്ന് കാണാൻ സാധിച്ചത്. വിവാഹവുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരു ചെറിയൊരു വിവാദമൊക്കെ ഉയർന്നു വന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നു, അതിനാൽ തന്നെ കുറച്ചേറെ വിവാഹങ്ങളും മറ്റും മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പ്രചരണം ആദ്യം വന്നിരുന്നു. പക്ഷെ പിന്നീട് അതിലൊരു ക്ലാരിഫിക്കേഷൻ വന്നു. സമയമാണ് മാറ്റിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഒരു അഡീഷണൽ ബോണസ് കൂടെ കിട്ടി. ഈ സുരേഷ് ഗോപിയുടെ മകൾക്കും മകളുടെ ഭർത്താവിനും മാത്രമല്ല, മറ്റു കുറച്ചേറെ പേർക്ക് കൂടെ പറയാൻ പറ്റി, ഞങ്ങളുടെ വിവാഹത്തിനും ആര് വന്നിരുന്നു? പ്രധാനമന്ത്രി വന്നിരുന്നു. അത് ഈ എന്താണ് ഇതുമായി വിവാദവുമായി ബന്ധപ്പെട്ടുണ്ടായ മറ്റൊരു ഭാഗമായിട്ട് കൂടിയാണ്. അതുപോലെ വിവാഹങ്ങൾ മാറ്റിവെച്ചു എന്നൊരു വിവാദം വന്നപ്പോൾ ഇതിപ്പോൾ രണ്ടായാലും ഇപ്പോൾ പ്രീപോൺ ചെയ്യുക അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യുക, അങ്ങോട്ട് നീക്കുക ഇങ്ങോട്ട് നീക്കുക, രണ്ടായാലും നിശ്ചയിച്ച സമയത്തിന് മാറ്റം തന്നെയാണത്. അപ്പോൾ പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇതിനെ അങ്ങനെ തന്നെ അംഗീകരിക്കാൻ ഈ അന്ന് വിവാഹം നിശ്ചയിച്ചിരുന്ന മറ്റുള്ളവരും കൂടെ തയ്യാറായി. നേരത്തെ പറഞ്ഞ പോലെ ഗുരുവായൂരിൽ വിവാഹങ്ങൾക്ക് പ്രത്യേക മുഹൂർത്തമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ സമയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ അത് ചെയ്യുന്നതിൽ വലിയ പ്രശ്നമൊന്നും അവർക്കില്ലെങ്കിൽ അതൊക്കെയാണ്. അതേസമയം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് കല്യാണങ്ങൾ മാറ്റിവെച്ചു എന്ന മട്ടിൽ നടന്ന പ്രചരണം, ആ പ്രചരണത്തെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ അതിനുവേണ്ടി എടുത്തൊരു പ്രത്യേക മെഷറായിട്ടാണ് എനിക്കതിനെ തോന്നുന്നത്. കാര്യം അതിലും രാഷ്ട്രീയം കാണുമോ എന്ന് ചോദിച്ചാൽ അതിൽ രാഷ്ട്രീയം ഉണ്ടായതുകൊണ്ടാണ് രാഷ്ട്രീയമായി തന്നെ പ്രധാനമന്ത്രി ഇടപെട്ടതിന് അതിനൊരു മറുപടി കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി അറിയുമല്ലോ അദ്ദേഹത്തിന്റെ വരവുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു വിഷയം ക്ഷേത്രത്തിൽ നടക്കുന്നു, ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടും കൂടെ ആയതുകൊണ്ട് ഉറപ്പായിട്ടും അറിയും ഇതിന്റെ ഒരു ഇന്റലിജൻസ് ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ട് എന്ന് പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുമ്പോൾ ശരി കുഴപ്പമില്ല, അവരെയും കൂടെ കണ്ടിട്ടങ്ങ് പോകും. അപ്പോൾ അവർക്ക് സന്തോഷമായി. ഇനിയിപ്പോൾ ഇവരാരെങ്കിലും ഞങ്ങളുടെ വിവാഹം മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടമുണ്ടായി എന്ന് പറയില്ല. അതാണ് അതിനകത്തെ ഒരു കോമ്പൻസേഷൻ ടാക്ടിക്സ്. അത് പൊളിറ്റിക്സ് നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുന്ന. പക്ഷെ പ്രധാനമന്ത്രി സ്വന്തം കല്യാണത്തിന് പ്രധാനമന്ത്രി വന്നു എന്ന് പറയാൻ സന്തോഷക്കുറവുള്ളത്. പക്ഷേ വളരെ സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രിയെ പോലെ ഉള്ള ഒരാൾ വരുമ്പോൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ള ഒരു നേതാവിൻ്റെ മകളുടെ വിവാഹത്തിന് വിളിക്കുമ്പോൾ അദ്ദേഹം വരുമ്പോൾ, പ്രധാനമന്ത്രി വരുമ്പോൾ സ്വാഭാവികമാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ ചട്ടങ്ങളുടെയൊക്കെ ഭാഗമായി ഇത്തരത്തിലുള്ള ചില നിയന്ത്രണങ്ങളും ചില നടപടിക്രമങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള മാറ്റങ്ങളും ഒക്കെ വളരെ ഒരുപക്ഷെ ഈ മാറ്റങ്ങളെ ഇങ്ങനെ പൊളിറ്റിസൈസ് ചെയ്ത് തന്നെ ചർച്ച ചെയ്തത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അവർക്കും കൂടെ പ്രധാനമന്ത്രിയുടെ ഒരു പ്രസൻസ് കിട്ടിയത്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ അവർ അവഗണിക്കപ്പെട്ടു പോകുമായിരുന്നു. അതെ, മറ്റാരും അറിയില്ല എന്താണ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം നടക്കുന്നത്, ഇവരൊക്കെ വലിയ ആൾക്കാരല്ലേ, അതങ്ങനെ നടന്നോട്ടെ, ഞങ്ങളെങ്കിൽ മാറിക്കൊടുക്കാം, അവർ നിർബന്ധിതരാകും. പ്രധാനമന്ത്രി വരുന്നു, വേറെ വഴിയില്ല. അതേസമയം ഇത് പബ്ലിക്കിന്റെ ഇടയിലേക്ക് ഇങ്ങനൊരു കാര്യം വന്നപ്പോൾ ഉടനടി തന്നെ അതിനൊരു പരിഹാരം കാണാൻ സാധിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതും ഈ പറഞ്ഞ പോലെ പബ്ലിസൈസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ഗുണമാണ്. ഇല്ലെങ്കിൽ ഇവരാരും അറിയാതെ തിരസ്കരിക്കപ്പെട്ടു പോകുമായിരുന്നു എന്നൊരു തോന്നൽ കൂടെ എനിക്കുണ്ട്. ഇതിപ്പം പറഞ്ഞ പോലെ സംഭവിച്ചത് ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെയായിരുന്നു സംഭവിക്കുമായിരുന്നത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിൽ പോലും അതാണ് സംഭവിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു കാര്യം. ഇത് ചർച്ച ചെയ്യപ്പെട്ടതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഇവരെയും കൂടെ കണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.